1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനം കള്ള്, കഞ്ചാവ്, ലഹരി വസ്തുക്കൾ, ചൂതാട്ടം പോലുള്ള വസ്തുക്കളെല്ലാം തന്നെ നിഷിദ്ധമാണ്. പരിതനിപോ, അതിൽ നിങ്ങൾ വെടിയണം. എന്നിട്ട് പറയുന്നത് ഇന്നമാ യുരീദു ശൈത്താൻ വയൂഖിയ ബൈനകും അദാവത വൽ ബഗ്ദാഉ ഫിൽ ഖംരി വൽ മൈസിർ വയസദ്ദഖു അൻ സബീലില്ലാഹ്. ശൈത്താൻ, പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിച്ചുകൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ വേർതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, ആ പ്രഖ്യാപനം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വെടിയുന്നുണ്ടോ, ഉപേക്ഷിക്കുന്നുണ്ടോ, ഒഴിവാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉപചിതന്മാർ. ഫഹൽ അൻതും മുൻതഹൂൻ, ഈ ലഹരി വസ്തുക്കളെ നിങ്ങൾ വെടിയുന്നുണ്ടോ, ഒഴിവാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കേട്ടവരെല്ലാവരും പറഞ്ഞു ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം തന്നെ ഇത് വെടിഞ്ഞിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് പ്രഖ്യാപനം. 1500 കൊല്ലങ്ങൾക്കുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടത് എന്തേ നിങ്ങൾ ചിന്തിച്ചാണ്? ഒരു നാട്ടിൽ ഇത്രയും പ്രവണതകൾ, വേണ്ടാത്ത വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള പ്രവർത്തകർ ഉണ്ടായിരിക്കാൻ പറ്റില്ല. ഇത് നിയമവിരുദ്ധമാണല്ലോ. ഇവിടെ സർക്കാർ നമ്മളുടെ നിരോധിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സാറുമാരെ നമ്മളിവിടെ വരുത്തിയിട്ടുള്ളത്. ഞാൻ സംസ്ഥാനം ചൊല്ലിക്കൊണ്ട് പോകുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ CI ജിനേഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നടത്തുകയാണ്. ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ടാകുന്നത് നിങ്ങൾ കാര്യം ഗ്രഹിക്കണമെന്നും സാറുമാരുടെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കണമെന്നും നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ട് അതനുസരിച്ച് നീങ്ങണമെന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നിൽ അർഹമായ കർത്തവ്യം ഈ മഹത്തായ സദസ്സിനും ആശംസ പറയുകയാണ്. ബഹുമാനപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഉസ്താദുമാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഞാനൊരു സെയിം വിദ്യാർത്ഥിയാണ്. മഹല്ല് കമ്മിറ്റി ഞങ്ങൾക്ക് വേണ്ടി ധാരാളം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 വർഷത്തോളം ഞങ്ങൾക്ക് മഹല്ല് കമ്മിറ്റി ക്ലാസുകൾ മതപരമായും ഭൗതികപരമായും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ക്ലാസുകൾ കിട്ടുകയെന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ മഹത്തായ സദസ്സിന് ഞാൻ ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഞാൻ 2 വർഷമായി സൈന്യം തുടങ്ങിയിരുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് മഹല്ല് കമ്മിറ്റി ഒരുക്കി തന്ന ക്ലാസുകൾ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങൾ ഈ ക്ലാസ് കൊണ്ട് വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരിപാടിക്ക് സർവ്വ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. അസ്സലാമു അലൈക്കും. ഹാഫിദ് സിദ്ദീഖ് ഫൈസി കാരന്തൂർ മഹല്ല് ഖത്തീബ് മുദരിസ് അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ്, ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ വിശാലമായി ഗഹനമായി ക്ലാസ് എടുത്തു തരുന്ന പ്രിയപ്പെട്ട സാർ, സത്യവിശ്വാസികളെ, മഹല്ല് നിവാസികളെ, ഇതര മത സുഹൃത്തുക്കളെ, നമ്മളോട് ഒരുമിച്ച് കൂടിയത് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ്. 1000-ഓളം വീടുകൾ അടങ്ങുന്ന, അല്ലെങ്കിൽ 1000-ലേറെ ഇതര മതസ്ഥർ വലിയ സൗഹൃദത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് ചരിത്രങ്ങൾ തുന്നിച്ചേർക്കുന്ന, ഒരുപാട് പുതുമകൾ നിർമ്മിക്കുന്ന, ഒരുപാട് നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളെ ചോരാതെ
കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു നാടാണ് കാരത്തൂർ എന്നത്. ഒരു മഹലിനപ്പുറം വലിയൊരു കൂട്ടായ്മ ഈ നാട്ടിലുണ്ട്. സൈൻ വാർഷികം അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ലഹരിയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടെ സംഘടിപ്പിച്ചതിൽ വലിയൊരു ബന്ധം കൂടിയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 വർഷത്തോളമായി വളരെ വിശാലമായി സൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 40% അല്ലെങ്കിൽ 50% അത് വിജയിക്കുന്നുമുണ്ട്. ഒരു 50% നമ്മുടെയൊക്കെ മറ്റുള്ള സംവിധാനങ്ങളെ പോലെ തന്നെ പരാജയത്തിലുമാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി 50% 100%ത്തിലേക്ക് വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. ഇവിടെ കൂടിച്ചേരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രക്ഷിതാക്കളിലേക്കും യുവ സുഹൃത്തുക്കളിലേക്കുമൊക്കെ കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം തരിക എന്നതാണ്. നമ്മൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ യൂട്യൂബിലൂടെ ഒരുപാട് തവണ കേട്ടവരാണ്. ഒരുപാട് ആളുകൾ സാറിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് ഇവിടെ എത്തിപ്പെട്ടവരുമാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലഹരിയെയും മദ്യത്തിനെയും ഒക്കെ എതിർക്കുന്നതിന്റെ പ്രധാന കാരണം ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലഹരി എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിലുണ്ടാകുന്നത് നമ്മുടെ മക്കളുടെ ദൈവം തന്ന ബുദ്ധി അവർ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നതാണ്. ഒരു കുഞ്ഞിനെ കിട്ടുക എന്നത് തന്നെ അനുഗ്രഹമാണ്. ആ കുഞ്ഞു തന്നെ വളർന്നു വലുതാകുമ്പോൾ അവന്റെ അള്ളാഹു കൊടുത്ത ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ ഭാഗമായി കിട്ടിയ ബുദ്ധി അവൻ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും ഇതര മതസ്ഥരുണ്ട്, ഈ ക്ലാസ്സിൽ ഇതര മതസ്ഥരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് പാടെ ഇല്ലാതെയാക്കാൻ കഴിയും. ഇത് വലിയൊരു മഹാവിപത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതിന്റെ പരിഹാരം എന്ത് എന്നത് നമ്മൾ ഇവിടെ നിന്ന് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയും നമ്മുടെ നാട് അതിന് തയ്യാറാവുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ ഇല്ലാതെയാക്കാൻ കഴിയും. അല്ലെങ്കിൽ വരും തലമുറയിൽ ഒരു വലിയ വിഭാഗം ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കിടക്കേണ്ടത് നമ്മൾ ഖേദകരമായി കാണേണ്ടി വരും. വൃദ്ധസദനങ്ങൾ കൂടുന്ന കേരളത്തിൽ അത് മാറി ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടി വരുന്നു എന്നിടത്തേക്ക് എത്തുന്നുവോ എന്ന് ചർവണം നടത്തേണ്ട വലിയൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. സാറിന്റെ ക്ലാസ് കേൾക്കുകയും ഈ വന്നിരുന്ന നിമിഷങ്ങളൊക്കെയും സമയങ്ങളൊക്കെയും അത് നമ്മുടെ നാടിന്റെ വരും കാലത്തേക്ക് ഒരു നന്മയുടെ ഒരു വെളിച്ചമായി മാറ്റാൻ നമുക്ക് കഴിയണം.